प्यारे बच्चों, CBSE ക്ലാസ് 9 ഗംഗയിലെ രാമലഖന സംവാദിൻ്റെ രാമലഖന പരശുരാം സംവാദിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ മലയാളം വ്യാഖ്യാനമാണ്. നോക്കൂ. സമാചാര കഹി ജനക സുനായേ ജേഹി കാരണ മഹീബ് സബ് ആയേ. നമ്മൾ ആദ്യത്തെ പാർട്ടി കാണുന്നു. പരശുരാമൻ ചോദിക്കുന്നു, എന്തിനാണ് എല്ലാവരും ഇവിടെ ഭയഭീതരായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത ഭാഗം തുടങ്ങുന്നത് സമാചാര്യ കഹി ജനകസുനായേ ജേഹി കാരണ മഹീബ് സബ് ആയേ. അപ്പം ജനക മഹാരാജാവ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പരശുരാമനോട് വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് അവിടെ ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാം വന്നെന്നും അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ വിശദമായിട്ട്, ഇതേപോലെ സീതാ സ്വയംവരമായിരുന്നു, അതിന് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി രാജാക്കന്മാരെല്ലാം വന്നതെന്നൊക്കെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. സുനത്ത് വചന് ഫിരി അനത്ത് നിഹോരെ ദേഖേ ചാപഖണ്ഡ് മഹിഡോരെ. അപ്പം ജനകൻ്റെ വാക്കുകൾ കേട്ട ശേഷം പരശുരാമൻ തൻ്റെ ചുറ്റുപാട് നോക്കി. അന്നേരമാണ് അദ്ദേഹം നിലത്ത് കിടക്കുന്ന ശിവൻ്റെ ധനുസ് കണ്ടത്. ആ ശിവൻ്റെ ധനുസ് ഒടിച്ച് പൊട്ടിയ ധനുസാണ് അവിടെ കാണുന്നത്. അപ്പം അത് കണ്ടപ്പോഴ അദ്ദേഹത്തിന് അതിരിസ് ബോലേ വചന കഠോര കഹു ജഡ് ജനക ധനുഷ് കേ തോര. അപ്പം ശിവൻ്റെ ആ ഒടിഞ്ഞ വില്ല് അല്ലെ ധനുസ് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒന്നുകൂടെ അങ്ങ് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ കോപത്തോടെ പരശുരാമൻ ജനകനോട് ചോദിക്കുകയാണ്, ഹേ ജനക, ഈ ശിവധനുസ് ഒടിച്ചത് ആരാണത് ഒടിച്ചത്? അത് ആരാണെന്ന് എന്നോട് പറയൂ എന്ന് അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ച് ചോദിക്കുകയാണ്. ബേഗി ദേഖാവ് മോഡ് നത ആജു ഉലട്ടേ മഹി ജഹം ലഹി തവ രാജു. ബേഗി ദേഖാവ് മോഡ് ന ആജു ഉലട്ടേ മഹി ജഹം ലഹി തവ രാജു. എന്നിട്ട് പറയുവാണ്, ആ ഒടിച്ചവനെ, അതായത് ശിവധനുസ് ഒടിച്ചവനെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിൻ്റെ രാജ്യം തന്നെ ഞാൻ ഇല്ലാതാക്കി കളയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് ജനകൻ വീണ്ടും ഭയക്കുന്നുണ്ട്. അപ്പോൾ ജനകൻ മാത്രമല്ല, അവിടെ നിന്ന് എല്ലാവർക്കും ഭയമായി. അതിടൊരു ഉത്തര ദേത്തിന് സൂജ കുട്ടില്ല ഭൂപ് ഹരഷേ മനബൂച്ച. അപ്പം വീണ്ടും ഈ പരശുരാമൻ കോപത്തിൽ ആയി എന്ന് കണ്ടപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഉള്ളിൽ ഭയങ്കര പേടിയായി. അപ്പോൾ ആരും ഇതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാമനോട് അസൂയുള്ള ചില രാജാക്കന്മാർ ഇത് കണ്ട് മനസ്സിൽ ഭയങ്കര സന്തോഷം. അതിന് കാരണം അറിയാമല്ലോ, ഈ ശിവൻ അത്രയും പേര് മത്സരത്തിന് വന്നെങ്കിലും സ്വയംവര പന്തലിൽ മത്സരത്തിന് വന്നു. പക്ഷേങ്കിൽ ഈ ശൈവചാപം ഖണ്ഡിച്ചത് ശ്രീരാമദേവനായിരുന്നു. അപ്പോൾ ആ ശ്രീരാമനോട് അസൂയയുള്ള ബാക്കി ആ മത്സരത്തിൽ തോറ്റ രാജാക്കന്മാരുണ്ടല്ലോ, അവർക്ക് ഈ പരശുരാമൻ്റെ ദേഷ്യം കണ്ടപ്പോൾ മനസ്സിൽ സന്തോഷമാണ് ആയത്. കാരണം പരശുരാമൻ എന്തേലും ആ രാമനെ ചെയ്യും, അങ്ങനെ അവനിപ്പം ജയിച്ചു പോവണ്ട എന്നുള്ള മട്ടിൽ മറ്റ് രാജാക്കന്മാരെല്ലാവരും മനസ്സിലങ്ങ് സന്തോഷിച്ചു. സുരമുനി നാഗ് നഗര നര നാരി സ്വചേഹി സകല ത്രാസ് ഒരു ഭാരി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എത്രയും പെട്ടെന്ന് ആരാണോ ഈ ചാപം ഖണ്ഡിച്ചത് അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കേട്ടോണ്ട് എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അതിൽ സുരമുനി നാഗ് നഗര നര നാരി, അവർ ദേവന്മാരും മുനിമാരും നാഗന്മാരും ആ നഗരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്ന് വേണ്ട എല്ലാവർക്കും ഭയങ്കര പേടി, ഭയം, ആശങ്ക ഇതെല്ലാമായിരുന്നു. മനുപച്ചിതാതിസീയ മഹതാരി വിധി അബ് സംവരി ബാത്ത് ബിഗാരി. അപ്പം സീതയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. വിധി ഇത്ര നല്ല കാര്യം ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുഴപ്പത്തിലാക്കിയത് എന്ന് ചിന്തിച്ചു. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ആരും ശിവൻ്റെ ധനുസ് ഒടിച്ചില്ലായിരുന്നു. പക്ഷേങ്കിൽ
നമ്മുടെ രാമൻ വന്ന് ശിവൻ്റെ ധനുസ് ഒടിച്ചു. അങ്ങനെ മത്സരത്തിൽ ഒരാൾ ജയിച്ചു. ആ ജയിച്ച ആളുമായിട്ട് നമ്മോടെ കല്യാണം നടക്കുമെന്നൊക്കെ സന്തോഷിച്ചിരുന്ന ആ സീതയുടെ മാതാവിന് ഭയങ്കര സങ്കടമായി. അവർ വിചാരിക്കുകയാണ്, വിധി ഇത്ര നല്ല കാര്യം ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ, നല്ല കാര്യം ഇവിടെ നടന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായെന്ന് അവർ ചിന്തിക്കുകയാണ്. ഭൂപതികര സുഭാവു സുനി സീത അരധ നിമേഷ് കൽപ്പ സമബീത. പരശുരാമൻ്റെ കോപത്തെപ്പറ്റി കേട്ട അതിനെപ്പറ്റി അറിയാം. അപ്പോൾ പരശുരാമൻ്റെ ദേഷ്യം വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞ് നേരത്തെയുള്ള അറിവ് സീതയ്ക്കുണ്ട്. അപ്പോൾ സീതയ്ക്ക് ഒരു അരനിമിഷം പോലും ഒരു ഭയങ്കര യുഗമായിട്ട് തോന്നി. ആ അരനിമിഷ സമയം അതുപോലും ഒരു യുഗം പോലെയാണ് നമ്മുടെ സീതയ്ക്ക് തോന്നിയത്. സഭയെ ബിലോകി ലോക് സബ് ജാനകി ഭീര. അപ്പോഴങ്ങനെ എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. പക്ഷേ സീതയ്ക്ക് ഒന്നുകൂടെ ഭയമായി, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നിങ്ങനെ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന സീതയെ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി. സഭയെ ബിലോകി ലോക് സബ് ജാനകി ഭീര. സീത ഭീതിയോടിരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്കയിൽ ഇങ്ങനെ പേടിയോടെ നിൽക്കുകയാണ്. ഹൃദയം ന ഹരഷി വിഷാദു കച്ച് ബോലെ ശ്രീ രഘുബീര. ഹൃദയം ന ഹരഷി വിഷാദു കച്ച് ബോലെ ശ്രീ രഘുബീര. ആ സമയത്ത് നമ്മുടെ ശ്രീരാമൻ സന്തോഷമോ, ഹൃദയത്തിൽ സന്തോഷമോ ദുഃഖമോ, അതായത് ഹർഷവുമില്ല വിഷാദവുമില്ല, സന്തോഷവുമില്ല സങ്കടവുമില്ല, അതൊന്നും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തനായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. നാദ് സംബുധനു ഭഞ്ജനിഹാര ഹോയി കേവു ഇക് ദാസ് തുമാര. നാദ് സംബുധനു ഭഞ്ജനിഹാര ഹോയി കേവു ഇക് ദാസ് തുമാര. അപ്പോൾ ഉടനെ ശ്രീരാമൻ പറഞ്ഞു, സ്വാമി, ഈ ധനുസ് ഒടിച്ചത് താങ്കളുടെ ഒരു ദാസനാണ്. താങ്കളുടെ ഒരു ദാസനാണ് ഈ ധനുസ് ഒടിച്ചത്. നാഥ് സംബുധനു ഭഞ്ജി നിഹാര ഹോയി കേവു യക് ദാസ തുമാര. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ശ്രീരാമദേവൻ പറയുകയാണ്, സ്വാമി, ഈ ധനുസ് ഒടിച്ചത് താങ്കളുടെ ഒരു ദാസനായിരിക്കാം. സ്വാമി, ഈ ധനുസ് ഒടിച്ചത് താങ്കളുടെ ഒരു ദാസനായിരിക്കാം. ആയസു കാഹു കഹിവു കിനി മോഹി സുനിരിസായി ബോലെ മുനി കോഹി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നോട് കൽപ്പിക്കാൻ പറയുന്നു. അങ്ങയുടെ ഒരു ദാസനായിരിക്കും ഇത് ഒടിച്ചത്, അതുകൊണ്ട് ആ ദാസനെ എന്ത് ചെയ്യണം എന്ന് കൽപ്പിക്കാമെന്ന് പരശുരാമനോട് പറയുക. അത് കേട്ടപ്പോൾ പരശുരാമന് വീണ്ടും ദേഷ്യം വന്നിട്ട്, സേവക സോജോ കരേ സേവകായി അരി കരണി കരുവു ലാരായി. പരശുരാമൻ ദേഷ്യത്തോടെ പറയുകയാണ്, ദാസനാണെങ്കിൽ ദാസൻ്റെ ജോലി ചെയ്യണം, ശത്രുവിനെ പോലെ പ്രവർത്തിച്ചാൽ യുദ്ധം തന്നെയായിരിക്കും ഫലം. അതായത് ദാസന്മാരുടെ ദാസവേല ചെയ്യണം, അല്ലാതെ വലിയ ശത്രുക്കളെ പോലെ അവിടെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? ശത്രുവിനോട് യുദ്ധം മാത്രമാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ ശത്രുവിനോട് തീർച്ചയായിട്ടും ഏറ്റുമുട്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. സുനഹു രാമ ജേഹി ശിവധൻ തോര സഹസ് ബാഹു സമസോരിപ്പ് മോര. അപ്പം അത് കേട്ട് രാമനോട് വീണ്ടും ഈ പരശുരാമൻ പറയുകയാണ്, സുനഹു രാമ ജേഹി ശിവധനു തോര സഹസ് ബാഹു സമസോ റിപു മോര. രാമ, ഈ ശിവൻ്റെ ധനുസ് ഒടിച്ചവൻ ആരാണെങ്കിലും സഹസ്രബാഹു എന്ന് പറഞ്ഞാൽ സഹസ്രബാഹു, നമ്മുടെ പുരാണത്തിലൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തെ പോലെ തന്നെ എൻ്റെ ശത്രുവാണ് ഈ ശിവധനുസ് ഒടിച്ചവനും. സോ ബിൽഗാവ് ബിദായി സമാജ നത മാരേ ജഹി സബ് രാജ. അപ്പം ഒരു കാര്യം ചെയ്യുക, ആ ശിവധനുസ് ഒടിച്ചവനെ
അവനെ ഉടൻ എല്ലാവരിൽ നിന്നും വേർതിരിച്ച്, അല്ലെങ്കിൽ അവനെ ഉടനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. ഈ രാജാക്കന്മാർ കുറേ പേര് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ആരാണോ ആ ശിവധനുസ് ഒടിച്ചത് അവൻ്റെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും ഞാൻ ഒന്നോടെ ഇല്ലാതാക്കും, കുന്നുകളയും. സുനിമുനി വചന ലഘന മുസ്കാനെ ബോലെ പരസുധരഹി അപമാനെ. അപ്പോൾ സുനിമുനി വചന ലഘന മുസ്കാൻ, അതേവരെ ഒന്നും മിണ്ടാതിരുന്ന ലക്ഷ്മണനെ ഇത് കേട്ടപ്പോൾ ചെറിയ ചിരി വന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ ലക്ഷ്മണൻ്റെ പുഞ്ചിരി കേട്ടപ്പം പരശുരാമനത് ഭയങ്കര അപമാനമായിട്ടാണ് തോന്നിയത്. ബഹുധനിഹി തോരിലരിക്കായി കബഹുന അസീരിസ് കീനി ഗോസായി. അപ്പോൾ അത് കേട്ടുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞങ്ങൾ ബാലന്മാരായിരുന്നപ്പോൾ ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങൾ പല വില്ലുകളും ഒടിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ഒന്നും താങ്കൾ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ നിസാരമായിട്ട് നമ്മുടെ ലക്ഷ്മണൻ പറയുകയാണ്. ഏഹി ധനുപര് മമത കേഹി ഹേതു സുനിരിസായി കഹ് ഭൃഗുകുലക്കീതു. അപ്പം ഈ വില്ലിനോട് മാത്രം എന്താണ് അങ്ങേക്ക് ഇത്രയും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു മമതയുള്ളത്? അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഭൃഗുകുലപതിയായ നമ്മുടെ പരശുരാമൻ കൂടുതൽ ദേഷ്യപ്പെട്ടു. അപ്പം ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു വില്ലിനോട്, ഈ ശിവധനുസിനോട് അങ്ങേക്ക് എന്താണ് ഇത്ര വലിയ മമത? അത് കേട്ടപ്പോഴുടനെ നമ്മുടെ ഭൃഗുകുലത്തിൻ്റെ മഹാനായ അല്ലെങ്കിൽ ഭൃഗുകുലപതിയായ പരശുരാമൻ ഇത് കേട്ട് കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. രേ നൃപ് ബാലക് കാൽ ബസ് ബോലത്ത് തോഹിന സംഭാരോ. രേ നൃപ് ബാലക് കാൽ ബസ് ബോലത്ത് തോഹിന സംഭാരോ. അപ്പോൾ ഉടനെ പരശുരാമൻ തിരിച്ചു പറയുകയാണ്, ഹേ രാജകുമാരാ, നിൻ്റെ സമയം അടുത്തു, നിൻ്റെ മൃത്യുവിൻ്റെ സമയം അടുത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് ദേഷ്യം കൊണ്ട് നമ്മുടെ പരശുരാമൻ ദേഷ്യം കൊണ്ട് ഇങ്ങനെയാണ് ലക്ഷ്മണന് ഉത്തരം കൊടുത്തത്. ധനുഹി സമ ത്രിപുരാരി ധനു വിദിത് സകല സംസാര. ധനുഹി സമ ത്രിപുരാരി ധനുവിധിക്ക് സകല സംസാര. ഇത് സാധാരണ കാണുന്ന വില്ലല്ല, ഇത് അസാധാരണമായൊരു വില്ലാണ്. ഇത് ത്രിപുരാരിയായ, അതായത് ത്രിലോകത്തിൻ്റെയും അരിയായ ശിവൻ്റെ മഹാവില്ലാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഇത് മഹാശിവൻ്റെ മഹാവില്ലാണെന്ന് ലോകമെമ്പാടും, അതായത് ലോകത്തുള്ള സകലർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊരു സാധാരണ വില്ലല്ലല്ലോ, അതുകൊണ്ട് എനിക്കിതിനോട് കൂടുതൽ കെയറാണെന്ന് നമ്മുടെ പരശുരാമൻ പറയാതെ പറയുകയാണ്. ഈ വില്ല് സാധാരണ വില്ലല്ല, ഇത് എന്താണ്, മഹാശിവൻ്റെ ധനുസാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വരെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്.